ഓക്കെ. പിള്ളേർക്കൊന്നും അല്ല, പ്രായമുള്ളവർക്കും പറ്റുമോ? ഹൈറ്റ് ഉണ്ടല്ലോ പിള്ളേർക്ക്, ഹൈറ്റ് ഇത്രയും പാടില്ല പിള്ളേർക്കാണ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ്. ഇത് ഞാൻ ഇൻട്രസ്റ്റിംഗ് എന്ന് ആദ്യം തന്നെ പറയാം, കാരണം ഇത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്പൊന്നുമല്ല. കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ പോയ ഒരു സ്ഥലത്ത് അവിടുന്ന് ഇവിടുന്നുമായിട്ട് എടുത്തിട്ടുള്ള കുറേ ക്ലിപ്സ് ഞാൻ കൂട്ടി ഒരു വ്ളോഗായിട്ട്, ഒരു 10 minutes വ്ളോഗായിട്ട് ഇവിടെ പറയുകയാണ്. ഇത് പല ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്തപ്പോൾ എടുത്താണ്. നിങ്ങൾക്ക് ആദ്യം തന്നെ കണ്ടപ്പോൾ മനസ്സിലായി കാണും സ്ഥലം ഏതാണ്. ഹംഗറിയുടെ ക്യാപിറ്റലായിട്ടുള്ള ബുഡാപെസ്റ്റ്. ഐ വുഡ് സേ യൂറോപ്പിൽ ഞാൻ പോയിട്ടുള്ളതിൽ വെച്ച് പ്രാഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ബുഡാപെസ്റ്റ് ആണെന്ന്. ബുഡാപെസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് ഒരൊറ്റ നഗരമാണെങ്കിലും പഴയ കാലത്ത് ഇത് 2 മെയിനായിട്ടുള്ള സിറ്റീസ് ആയിരുന്നു. ബുഡ എന്ന് പറയുന്ന ഡാന്യൂബ് റിവറിൻ്റെ ഒരറ്റത്തുള്ള സിറ്റിയും പെസ്റ്റ് എന്ന് പറഞ്ഞ് മറ്ററ്റത്ത് കിടക്കുന്ന സിറ്റിയും. അപ്പോൾ 1873 ശേഷമാണ് ബുഡാപെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയായിട്ട് ഇത് നിലവിൽ വന്നത്, ഒരു സിറ്റി ആയത്. അപ്പോൾ ഈ സിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടേക്ക് ഇറങ്ങി നോക്കിയാൽ അടിപൊളി കൺസ്ട്രക്ഷനാണ്. എല്ലാ ബിൽഡിങ്ങിനും ഒരു ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഹിസ്റ്ററി പറയാൻ കാണും. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം കൺസ്ട്രക്ഷൻ അടിപൊളിയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും നല്ലൊരു ഫോട്ടോയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിന് പറ്റിയൊരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷനോ ആയിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ സിറ്റിയിലെത്തി സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ്. എന്താണ് നീയല്ലേ അമ്മച്ചിക്ക് പൈസ ഒക്കെ കൊടുത്തോ? ഇത് സൂക്ഷിച്ച് വെച്ചോ, ഫ്രെയിം ചെയ്ത് വെച്ചോ. ഇപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ നേരെ സെയിൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ കാണാൻ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയാണ് ഞങ്ങൾ അവിടെ ഒരു ലക്കി ഫാറ്റ് പോലീസ്മാനെ കാണുന്നത്. ഈ ഒരു സ്റ്റാച്യൂവിൻ്റെ വയറിൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലക്ക് കിട്ടുമെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ നടന്ന് സെയിൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ നോക്കി മുന്നോട്ട് പോവുകയാണ്. ഇതിപ്പം ക്രിസ്മസ് സീസണൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര ഫെസ്റ്റീവ് മൂഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ജയൻറ്റ് വീൽസും ഇങ്ങനെ അടിപൊളി കാഴ്ചകളാണ്. ഇതിനകത്ത് കയറിയാലോ ഗൈസ്? ബാ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സെയിൻറ്റ് സ്റ്റീഫൻ കത്തീഡ്രലിലെത്തി. കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ചെറിയൊരു പഴയ മ്യൂസിയം ഉണ്ട്. അവിടെ നമ്മുടെ കത്തീഡ്രലിൻ്റെ പല കാലങ്ങളിലായിട്ടുണ്ടാക്കിയ ഇതിൻ്റെ ഓൾട്ടർനേഷൻസും ഇൻറ്റീരിയലും അതിൻ്റെ ഉള്ളിലുള്ള പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കത്തീഡ്രലിൻ്റെ വലിപ്പം ഭയങ്കര വലുതാണ്. അതിൻ്റെ ഫ്രണ്ടിലത്തെ സ്ക്വയറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര ചെറുതാണെന്ന്. അതുപോലെ തന്നെ ഭയങ്കര അടിപൊളിയാണ് കത്തീഡ്രലിൻ്റെ ഈ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. നമ്മുടെ റോമിലെ സെയിൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ പോലെയൊക്കെ നമുക്ക് തോന്നും. അത്രയും വലുതല്ല, പക്ഷെ എന്നാലും അടിപൊളിയാണ്. കൺസ്ട്രക്ഷൻ ഭയങ്കര അടിപൊളിയാണ്. അതിൻ്റെ വെളിയും ഉള്ളിലും ഭയങ്കര പീസ്ഫുള്ളാണ്, ഭയങ്കര അടിപൊളിയാണ് കാണാൻ. കത്തീഡ്രൽ ഹംഗറിയുടെ ആദ്യ രാജാവായിട്ടുള്ള സെയിൻറ്റ് സ്റ്റീഫൻ്റെ പേരിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനുള്ളിലെ സ്കൾപ്ചേഴ്സ്, പിക്ചേഴ്സ് അങ്ങനെ എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഫേമസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനുള്ളിൽ അലങ്കരിക്കാൻ വേണ്ടി പ്യുവർ ഗോൾഡാണ് യൂസ് ചെയ്തേക്കുന്നത്. കത്തീഡ്രലിൻ്റെ ഉള്ളിൽ കാണുന്ന പല ചിത്രപ്പണികളും വർക്കും എല്ലാം ഗോൾഡിനാണ്. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് കിങ് ആയിട്ടുള്ള സെയിൻറ്റ് സ്റ്റീഫൻ്റെ കൈയുടെ എംബാം ചെയ്ത് ഇപ്പോഴും ഇത് കത്തീഡ്രലിനകത്ത് സൂക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഓൾട്ടറിൻ്റെ ഒരു 360 വ്യൂ അടിപൊളിയാണ്. അപ്പോൾ കത്തീഡ്രലൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. വെളിയിൽ ആരെയും കാണിക്കില്ലെന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്ന ഒരു തെർമൽ ബാത്തിലേക്കാണ്. ഹംഗറി തെർമൽ ബാത്തിന് ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഹംഗറിയിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സെയ്ച്ചേനി എന്ന് പറയുന്നുള്ള ഒരു തെർമൽ ബാത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയുള്ള കുറച്ച് പോർഷൻസ് മനക്കെട്ടിയുള്ളവർ മാത്രം കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് വിട്ടേക്കുക. കാരണം നമ്മൾ തെർമൽ ബാത്തിനകത്തെ വ്യൂസാണ്. ഇവിടെ ആക്ച്വലി ക്യാമറ അലൗഡാണ്. ഇവിടെ അങ്ങനെ ഭയങ്കര റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. ഒരു വലിയൊരു ഏരിയ ആണ്. അവിടെ പല ടെമ്പറേച്ചറിലുള്ള നാച്ചുറൽ ഹോട്ട് സ്പ്രിങ്സും ജക്കൂസിയും പോൺസും അങ്ങനെ എല്ലാമായിട്ട് ഒരു വലിയൊരു ബാറ്റിംഗ് ഏരിയ.
എനിക്ക് എത്ര ഓടി വരാൻ പറ്റും? അപ്പോൾ കഴിഞ്ഞ 4-5 മണിക്കൂറായിട്ട് ഞങ്ങൾ പല രീതിയിലുള്ള ടെമ്പറേച്ചറിലുള്ള തെർമൽ ബാത്തുകളിലെല്ലാം കടന്ന് പല ടൈപ്പ് ഓഫ് കുളികളൊക്കെ കഴിഞ്ഞ് പല ടെമ്പറേച്ചറിൽ പല സാൾട്ടുകളിൽ അരോമാറ്റിക് ഒന്നും പറയണ്ട, ഭയങ്കര ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കുളിയെല്ലാം കഴിഞ്ഞാണ് ഞങ്ങൾ ഈ ഒരു വലിയ ബിഗ് ജയൻ പോണ്ടിലെത്തിയത്. ഇവിടെയാണെങ്കിൽ റണ്ണിങ് വാട്ടറാണ്, കറണ്ട് പോലെ വെള്ളം ഒഴുകിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ആൾക്കാർ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കണം. ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഈ ഒരു ഏരിയയിൽ കുറേ നേരം കടന്ന് കളിക്കുമായിരുന്നു. ഞങ്ങൾ 2 പേരും 3 പേരും. അപ്പോൾ അങ്ങനെ വലിയൊരു കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ ക്രിസ്മസ് മാർക്കും കണ്ട് ഞങ്ങൾ നേരെ പോകുന്നത് യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ഐക്കോണിക് ബിൽഡിംഗ് ആയിട്ടുള്ള ഹംഗേറിയൻ പാർലമെൻറ്റിൻ്റെ അടുത്തേക്കാണ്. ഹംഗേറിയൻ പാർലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോത്തിക് സ്റ്റൈലിൽ ഉണ്ടാക്കിയേക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. ഹംഗറിയുടെ തന്നെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണിത്. ഡനൂബ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ വലിയ ഒരു ബിൽഡിംഗ്. സിറ്റി സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് സ്ഥിരമായിട്ട് ട്രാം സർവീസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വലിയ പാർലമെൻറ്റ് നിർമ്മിതി ഉണ്ടാക്കിയിരിക്കുന്നത് ഗോത്തിക് സ്റ്റൈലിലാണ്. ഗോത്തിക് ശൈലിയിലാണ് ഈ എൻറ്റയർ ബിൽഡിങ്ങിൻ്റെ ക്രിയേഷൻ. അതുപോലെ ഈ രാവിലെ കാണുന്ന ഈ ബിൽഡിങ്ങിനേക്കാളും അടിപൊളിയാണ് രാത്രിയിൽ ഫുള്ള് ലൈറ്റ് ഇട്ട് കഴിയുമ്പം ഇതേ ബിൽഡിങ് കാണുന്നത്. അപ്പം ഞങ്ങൾ രാവിലെ ഈ ഒരു ബിൽഡിംഗ് കണ്ടിട്ട് ഇതിനടുത്ത് തന്നെയുള്ളൊരു ഫിഷർമാൻസ് ബാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ഒരു മലയുടെ മുകളിലുള്ള ഒരു പോയിൻ്റ് ഉണ്ട്. അവിടുന്ന് രാത്രി ഈ വ്യൂ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം ഈ ഒരു പാർലമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1902 ഈ പാർലമെൻറ്റ് കംപ്ലീറ്റ് ആയത്. പക്ഷേ ഇത്രയും വലിയൊരു പാർലമെൻറ്റ് യൂറോപ്പിൽ മറ്റൊരു രാജ്യത്തിനുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഈ പാർലമെൻറ്റിൽ ഏകദേശം നിയർലി 700 റൂംസ് തന്നെയുണ്ട്. അതുപോലെ തന്നെ ഇതിരിക്കുന്ന ഒരു പ്രൈം ലൊക്കേഷൻ എന്നറിയില്ല, ഡന്യൂബ് നദിയുടെ തൊട്ടടുത്ത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ സെയിൻറ്റ് ഫിഷർമാൻസ് ബാസ്റ്റിംഗ് കാണാൻ വേണ്ടി പോവാണ്. ഇത് വേറൊരു അടിപൊളി വ്യൂ ആണ്. നമ്മൾ ഇത്രയും കണ്ട കാഴ്ചകളെല്ലാം പെസ്റ്റിലാണ്. അപ്പം ഈ ഒരു ഡന്യൂബ് നദിയുടെ ഇപ്പുറത്തെ വശമാണ് ബുഡ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പെസ്റ്റ് ആധുനിക നഗരം ഫുള്ളായിട്ട് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഈ നിൽക്കുന്നത് ഫിഷർമാൻസ് ബാസ്റ്റിൻ്റെ മുകളിലാണ്. ഇവിടുന്ന് ഇതൊരു വലിയൊരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് പോയിൻ്റാണ്. അതായത് ബുഡ കാസലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഉയർന്ന ഒരു പോയിൻ്റ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റേ പെസ്റ്റ് നഗരം നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വരുന്ന സ്ഥലമാണ് മത്തിയാസ് ചർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ബുഡയിൽ തന്നെയുള്ളത്. പിന്നെ ഈ ഒരു വ്യൂ ആണ് ഞാൻ കുറച്ച് നേരമായിട്ട് പറഞ്ഞത്. നൈറ്റിൽ ബുഡാപെസ്റ്റ് അടിപൊളിയാണ്. അതും ലൈറ്റ്സ് വന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് പാർലമെൻറ്റും എൻറ്റയർ സിറ്റിയും ഫുള്ള് ലൈറ്റപ്പ് ആവും. അത് കാണാൻ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസത്തെ യാത്രകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മെയിൻ വ്യൂ പോയിൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഹീറോ സ്ക്വയർ, സ്റ്റാച്യു ഓഫ് കിങ്സ് ആൻഡ് ലീഡേഴ്സ്, പിന്നെ മിലേനിയൽ മോണുമെൻറ്റ്, പിന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഓൾഡ് ഹിസ്റ്റോറിക് മ്യൂസിയം, അതൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ ഒരു അടിപൊളി വ്യൂ ആണ്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് എനിക്കുണ്ട്. പക്ഷേ ഞാൻ കൂടുതൽ വ്യൂ ഒന്നും ഇന്ന് എടുത്തിട്ടില്ലായിരുന്നു. എൻ്റെ കയ്യിൽ ഇതിലും കൂടുതൽ ബുഡേൻ്റെ ക്യാപ്ചർ ചെയ്ത മൊമെൻറ്റ്സ് ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസൊക്കെ മാറ്റി വെച്ചിട്ട് സിറ്റി ഫുൾ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്നും ഞങ്ങൾ കുറേയധികം സ്ഥലങ്ങളിലൊക്കെ പോയി. ഹീറോ സ്ക്വയർ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹംഗറിയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രതിമകൾ നിറഞ്ഞൊരു സ്ക്വയറാണ്. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് വളരെയധികം വിനോദമായിട്ട് ഐസ് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ ഞങ്ങൾ കണ്ടു. അതിനോട് ചുറ്റും വേറെയും പല കാസൽസൊക്കെ ഉണ്ടായിരുന്നു. ഒരു മിലേനിയം മോണുമെൻ്റാണ് ഈ കാണുന്നത് ഇതിന് ചുറ്റുമായിട്ട്. അപ്പോൾ അങ്ങനെ ബുഡേനെ ഒരു 3-4 ദിവസമായിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലൂടെ പോയി കണ്ടു. അടിപൊളി ഒരു യാത്രയാണ്.